ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും, പിന്നെ നിങ്ങളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇവിടെ 3 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബീഫ് ഞാൻ വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടിട്ട് നമ്മളിത് ഒന്ന് വേവിച്ച് വെച്ചതാണ്. ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബീഫ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഒന്ന് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചൊന്ന് 2 മിനിറ്റ് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി അതിൻ്റെ ഉള്ള വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇതവിടെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളമൊക്കെ പോയി നന്നായി. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളി പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് ബീഫ് മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കട്ടോ. ശേഷം നമ്മളിതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ ഒരു കഷ്ണം കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടോ. കുറച്ച് ടൈം എടുക്കും, എന്നാലും നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് നമ്മൾ അടിപൊളി ബീഫ് ഫ്രൈ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്